ഹലോ, അപ്പോൾ ഇന്നൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് സവോള, തക്കാളി, മല്ലിയില, ഉരുളക്കിഴങ്ങ് ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പം 1.5 കിലോ ചിക്കനിലേക്ക് 5 സവോളയും 3 തക്കാളിയും 2 ഉരുളക്കിഴങ്ങും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി പേസ്റ്റ് ആക്കാനുള്ളതിൽ ഒരു ടൊമാറ്റോ, ജിഞ്ചറും ഗാർലിക്കും വേണം, പിന്നെ കുറച്ച് ചില്ലിയും വേണം. ഇതെല്ലാം പാടെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ ഒപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് എടുക്കുന്നത്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ചിക്കൻ കറി നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ സവോള അരിയുമ്പോൾ ഈ ഉപ്പിൻ്റെ പാത്രം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല കേട്ടോ. അതൊരു അടിപൊളി ട്രിക്കാണ്, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. അടുത്തതായി ചിക്കനെല്ലാം നല്ല വൃത്തിക്ക് കഴുകി വെക്കണം. ഈ കഴുകി വെച്ച ചിക്കൻ നമുക്കിനി പൊരിക്കാനുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് സവോളയും ഇട്ടിട്ട് നല്ലപോലെ ചിക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് വെക്കണം. അടുത്തത് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഫ്രഷ് മണം വരും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഗ്രേവി കുറച്ച് ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഇളക്കി നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി ഒരു 3 to 5 മിനിറ്റ്സ് വെക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി നാടൻ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാകും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.